ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാവിൻ രുചി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് കോക്കനട്ട് സ്റ്റഫ്ഡ് പാൻ കേക്ക്. അപ്പോൾ അത് വളരെ എളുപ്പത്തിലും വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായി നമ്മളിവിടെ ആദ്യം പാൻ കേക്കിൻ്റെ അകത്ത് വെക്കുന്ന സ്റ്റഫിംഗ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഒരു മിക്സി ജാറിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 4 ഏലക്കയും ചേർത്ത് നന്നായി പൊടിച്ചെടുക്കുക. എന്നിട്ടൊരു ബൗളിൽ 1 കപ്പ് ചിരകിയ തേങ്ങയും 1 കപ്പ് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത ചെറിയും 1 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ടും 1 ടേബിൾ സ്പൂൺ റേസിൻസും പിന്നെ പൊടിച്ചെടുത്ത പഞ്ചസാരയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മളുടെ മിക്സിംഗ് നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ കേക്കിന് വേണ്ട ബാറ്റർ തയ്യാറാക്കാം. അതിനായി ഒരു ബൗളിൽ 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് പാല് കുറേശ്ശെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ റിബൺ കൺസിസ്റ്റൻസിയിലാണ് നമ്മളുടെ ബാറ്റർ വേണ്ടത്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരുവിധം വെന്ത് വരുമ്പോൾ ഇതിലേക്ക് കോക്കനട്ട് സ്റ്റഫിംഗ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു സൈഡ് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് 2 സൈഡും തിരിച്ചും മറിച്ചുമിട്ട് നന്നായി വേവിച്ചെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റിൽ നമ്മളുടെ കോക്കനട്ട് സ്റ്റഫ്ഡ് പാൻ കേക്ക് തയ്യാർ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.